ഹായ്, ഞാൻ നിങ്ങളെ സ്വന്തം ഡിഫൈ. ഓഫ് സീസൺ സമയത്ത് ഫോട്ടോഗ്രാഫീസിന്റെ അവസ്ഥ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. ഒരുപാട് ആഘോഷങ്ങളിലും കല്യാണങ്ങളൊക്കെ ആയിട്ട് ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് ഓടി നടന്ന് ജീവിച്ച കുറെ ആൾക്കാരെ പെട്ടെന്ന് പണിയില്ലാതെ വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് മാനസികമായിട്ട് ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. മാനസികമായിട്ട് മാത്രമല്ല, സാമ്പത്തികമായിട്ടും. എല്ലാ മാസം 2-ാം തീയതി എന്ന് പറയുന്നത് ഒട്ടുമിക്ക ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒരു ചങ്കിടിപ്പിക്കുന്ന ഡേറ്റ് ആണ്. കാരണം നമ്മുടെ ഈ ക്യാമറയുടെയും മറ്റുള്ളതിന്റെയൊക്കെ അടവ് 2-ാം തീയതി ആണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് ഇതുപോലുള്ള ഓഫ് സീസണുകളിൽ നമുക്കൊരു വരുമാനം കിട്ടുന്ന മറ്റെന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്തുകൂടി. നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് കൂട്ടുകാരെല്ലാം ഒന്നിച്ചു ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂലേ. കാരണം നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് ആണ്, നമുക്ക് ഒരുപാട് ക്ഷമാശീലമുള്ള ആൾക്കാരാണ്. ക്ഷമയുടെ നെല്ലിപ്പലക കൊണ്ടാണ് നമ്മൾ ഓരോ വീടുകളിലും പോയി ഫോട്ടോ എടുക്കുന്നത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഐഡിയാസ് ഇതെല്ലാം കൂടെ ഒത്തിണങ്ങി കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടെ. എൻ്റെ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ നമുക്ക് ഓഫ് സീസണിലാണെങ്കിലും നമുക്കൊരു വരുമാനമാവും. പിന്നെ നമ്മുടെ മാനസിക സംഘർഷങ്ങൾ ഒരുപാട് കുറയും. വീട്ടിലിരിക്കേണ്ട, നമുക്ക് ഇതുപോലുള്ള ജോലികളിൽ മുഴുകിയിരിക്കാം. അപ്പൊ എല്ലാം കൊണ്ട് നമ്മൾ ഹെൽത്തിയും അല്ലെങ്കിൽ മെന്റലിയും ഫിനാൻഷ്യലി എല്ലാം നമ്മൾ അടിപൊളിയാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഇത് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്.